രേണുവിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് രേണുവിനെ മോശമായിട്ട് ചിത്രീകരിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. BB+ എപ്പിസോഡിൽ കണ്ണാടി നോക്കി സംസാരിക്കുന്ന രേണുവിൻ്റെ വീഡിയോയും പ്രൊമോയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനകത്ത് രേണു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിനുള്ളത്, അക്ബറിനോട് ഞാൻ എന്തായാലും ക്ഷമിക്കില്ല, എൻ്റെ മനസ്സ് അത്രമാത്രം കീറി മുറിച്ചു അവൻ. ഇനി ബിഗ് ബോസ് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. എന്നെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. ഇങ്ങനെയാണ് ഇന്നലെ രേണു കണ്ണാടി നോക്കി പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ ഷാരികയുടെ അടുത്ത് ചെന്നിട്ട് രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് അക്ബർ ചപ്പാത്തി ഉണ്ടാക്കി തന്നു, പാട്ട് പാടിയൊക്കെ തന്നു, പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഈ ആഴ്ചത്തെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തു. ലാലേട്ടൻ ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, അവൻ എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആ ഒരു സമയത്താണ് അവൻ എന്നെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ക്ഷമിക്കില്ല ചേച്ചി. ഇത് അങ്ങനെ അവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെയും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ അവൻ എന്നെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഇങ്ങനെയും ഒരു കാര്യം ശാരികയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണാടി നോക്കി പറഞ്ഞത്, അങ്ങനെ ഒരു പേര് വിളിച്ചത് എൻ്റെ മനസ്സിനെ അത്രമാത്രം കീറി മുറിച്ചു, എന്നെ പുറത്തേക്ക് വിട്ടാലും ഞാൻ അവനോട് ക്ഷമിക്കാൻ പോകത്തില്ല എന്ന്. ഷാരികയോട് പറഞ്ഞത്, അവൻ എന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെന്ന്. നോമിനേറ്റ് ചെയ്തില്ലായിരുന്നേ മനസ്സ് കീറി മുറിച്ചതും പുറത്തേക്ക് വിട്ടാൽ പോലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞതും ആ ഒരു കാര്യം അങ്ങ് മറന്നു കളഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ചിലപ്പോൾ ഇത് രേണുവിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം, പക്ഷേ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന രീതിയിലേക്ക് ആയിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇതും രേണുസുതി ഇതിലും വീണ്ടും കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അക്ബർ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറേ കാര്യങ്ങൾ രേണുവിൻ്റെ അടുത്ത് ചെയ്തു. അക്ബറിനോട് ക്ഷമിക്കാവുന്ന കേസേ ഉള്ളൂ. കാരണം ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, നേരിട്ട് രേണുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വിടേണ്ട കേസായിരുന്നു. പക്ഷേ രേണു അത്രയും ബഹളം അവിടെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു വിഷയം സംസാരിച്ചതും ഒരാഴ്ച കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കാൻ പറഞ്ഞതും. പക്ഷേ രേണു വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വിഷയം രേണു ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ അക്ബറിന് വലിയ എന്തോ ഒരു ശിക്ഷ ലഭിക്കുമെന്നാണ് രേണു വിചാരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും രേണു ആ ഒരു വിഷയം തന്നെ മുന്നോട്ട് ലാലേട്ടൻ്റെ അടുത്ത് അവതരിപ്പിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ചിലപ്പോൾ പറയും, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അക്ബർ അവിടെ ചെയ്തു എന്ന് ചോദിച്ച് ആ ഒരു പ്രശ്നം അങ്ങ് ഒഴിവാക്കി വിടത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രശ്നം തന്നെ ആഴ്ചകളോളം കൊണ്ടു നടക്കാൻ പറ്റില്ല. അവിടെ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.